ഈ നിഗൂഢ മനുഷ്യനെ മനുഷ്യർ ഒരു ദൈവത്തെപ്പോലെ ആരാധിച്ചു. അതാണ് അപ്പോക്കലിപ്സ്, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മ്യൂട്ടന്റ്. തന്റെ ആയുസ് അവസാനിക്കാറാകുമ്പോൾ അദ്ദേഹം ഒരു പുതിയ ശരീരം തേടും. ഇത്തവണ പുതിയ ശരീരത്തിന് അസാധാരണമായ രോഗശാന്തി കഴിവുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യേണ്ടത് തന്റെ ബോധം പുതിയ ശരീരത്തിലേക്ക് മാറ്റുക മാത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന് പുതിയ കഴിവുകൾ പാരമ്പര്യമായി ലഭിക്കും. അതിനാൽ അദ്ദേഹത്തിന് ഇതിനകം നൂറുകണക്കിന് അതിമാനുഷിക ശക്തികൾ കിട്ടും. എങ്കിലും മാറ്റം നടക്കുന്നതിനിടെ മനുഷ്യർ അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെ കലാപം നടത്താൻ അവസരം മുതലെടുത്തു. ഏകശില പാളത്തിലൂടെ താഴേക്ക് നീങ്ങുകയും പിരമിഡിനുള്ളിലെ ഭാരം താങ്ങുന്ന എല്ലാ ഭിത്തികളും തകർക്കുകയും ചെയ്തു. അകത്തുണ്ടായിരുന്ന മനുഷ്യ കാവൽക്കാർ വേഗം വാതിലുകൾ അടയ്ക്കുകയും കാവൽക്കാരെ ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അവർ മ്യൂട്ടന്റുകൾക്ക് ഒരു എതിരാളിയായിരുന്നില്ല. ഇത് സമയം കളയാൻ മാത്രമായിരുന്നു. പിരമിഡ് തകരുന്നതിൽ നിന്ന് കാവൽക്കാർക്ക് തടയാൻ കഴിഞ്ഞില്ല. കാവൽക്കാരിൽ ഒരാൾ തന്റെ ജീവിതാവസാനം വരെ ഒരു സംരക്ഷണ കവചം കൊണ്ട് അപ്പോക്കലിപ്സിനെ സംരക്ഷിച്ചു. ആ സമയത്ത് അപ്പോക്കലിപ്സ് പിരമിഡിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 3500 വർഷങ്ങൾക്ക് ശേഷം വരെ അടക്കം ചെയ്യപ്പെട്ടു. അറിയാത്ത ഒരു കൂട്ടം വിശ്വാസികൾ ആ സംവിധാനം പ്രവർത്തനക്ഷമമാക്കി. അപ്പോക്കലിപ്സ് ഉണരുകയും മനുഷ്യർ ലോകം ഭരിക്കുന്നുണ്ടെന്നും പകരം മ്യൂട്ടന്റുകൾ മനുഷ്യരാൽ വിവേചനം കാണിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കി.